Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് ട്ടോ. അപ്പോൾ ഇത് വാനില സ്പോഞ്ച് കേക്ക് ആണ്. ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല. അത് ഞാൻ മുന്നൊരിക്കൽ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇടാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഡെക്കറേഷൻ ആണ് മെയിൻ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പിൽ ഞാൻ മാറ്റിയതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡൊന്നും ഇല്ല. അപ്പോൾ ഞാൻ റൗണ്ട് കേക്കിനെ എങ്ങനെ ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റാമെന്നുള്ളതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കേക്കിന് ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇത് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ റൗണ്ടിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 7 ഇഞ്ച് പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം അതിൽ ക്രീം വെച്ച് കൊടുക്കുക. ഇനി ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഉള്ള ചെറിയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതിനെയും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെയും ക്രീം അപ്ലൈ ചെയ്യാം. അതുപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുക. ചെറി കട്ട് ചെയ്ത ചെറിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ 3 ലെയറും സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെയും ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് കുറച്ച് ക്രീം ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഹാർട്ട് ഷേപ്പിലേക്ക് ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കിനെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ പോർഷനിൽ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗത്ത് ആദ്യം തന്നെ കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ 2 ഭാഗത്തിൻ്റെ ആ കോർണറിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് ക്രീം തേച്ച് വെച്ചിരിക്കുന്ന ബാക്ക് സൈഡിലേക്ക് എടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഹാർട്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ കേക്ക് ആദ്യമേ തന്നെ ബോർഡിൽ വെക്കുമ്പോൾ കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ കട്ട് ചെയ്ത് വെക്കുന്ന ഭാഗം ഇവിടെ വെക്കാനായിട്ട് സ്പേസ് ഇല്ലാതെ വരും. കണ്ടില്ലേ? ഇനി 2 സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ഷേപ്പ് റെഡിയായി. ഇനി അവിടേക്ക് കുറച്ച് ക്രീമൊക്കെ ഒന്ന് തേച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കാം. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബൾജായിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുക. അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി ഞാൻ ഒരു സാധാരണ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഒന്ന് പെൻസിൽ കൊണ്ട് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ ഹാഫ് പോർഷനിൽ ഒരു റെഡ് കളർ ക്രംസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അപ്പുറത്തെ ഭാഗത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കേക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നല്ല കട്ടിയിൽ തന്നെ ഫൈനൽ കോട്ട് ക്രീം വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. സൈഡിലും മുകളിലൊക്കെ നന്നായിട്ട് തന്നെ കട്ടിയിൽ ക്രീം വെച്ചതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് അതുപോലെ സ്ക്രൈപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല നീറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിനെ ഒരുവിധമൊക്കെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ആ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ള തീം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം റെഡ് കളറിൽ അവർക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ സ്പഞ്ച് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് വേറെ റെഡ് വെൽവെറ്റ് ഓർഡർ ഉണ്ടായിരുന്ന കാരണം അതിന്ന് ഞാൻ കുറച്ചധികം ക്രംസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം മാത്രം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മറ്റേ ഭാഗത്തേക്ക് വരാതിരിക്കാനാണ് ഞാൻ ആ പേപ്പർ അങ്ങനെ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ എടുത്ത് മാറ്റിയാൽ നല്ല ഒരു ഡിസൈൻ അവിടെ കിട്ടും. ഈ അരിപ്പയിലൂടെ ഈ ക്രംസൊക്കെ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ പേപ്പർ പതുക്കെ ഒന്ന് പൊക്കി മാറ്റാം. അപ്പോൾ പേപ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ആ ക്രീമൊക്കെ ഒന്ന് പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്മൂത്താക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫ് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം തുടച്ചെടുത്താൽ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി സൈഡിലൊക്കെ പോയിട്ടുള്ള ക്രംസൊക്കെ ഒരു അരിപ്പ് വെച്ചിട്ട് തുടച്ച് കളയുക. അപ്പോൾ ഒരു ബോർഡർ പോലെ ഞാൻ കുറച്ച് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തുടച്ചെടുക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി ബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് ക്രീം എടുക്കുക. അതിൽ കളർ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് റോസറ്റ വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൂപ്പർ റെഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ കളറ് അധികം ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. കളർ നന്നായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ 2 ഡ്രോപ്പൊക്കെ മതി. എന്നാലും അത്യാവശ്യം നല്ല കളർ തന്നെ കിട്ടും. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള സ്റ്റാർ നോസിൽ. ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ റോസറ്റുകൾ വരച്ചെടുക്കാം. അപ്പോൾ അതൊരു ക്രീം ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് സൈഡിലൊക്കെ ചെറിയ ചെറിയ റോസറ്റാസ് വരച്ചു കൊടുക്കാം. അപ്പോൾ മുകളിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ താഴത്തും കൂടിയും ഒരു സൈഡ് ബോർഡർ ആക്കിയിട്ട് ഈ റോസറ്റകൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതേ സെയിം ഡിസൈനിൽ തന്നെ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത കേക്കാണ് ഇട്ടത്. അപ്പോൾ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡ് വെൽവെറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് വാനില കേക്കാണ്. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഉള്ള കാരണം എനിക്ക് സെയിം റെഡ് കളർ തന്നെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് റെഡ് വെൽവെറ്റ് ചെറുത് സ്പഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യം വരും. പിന്നെ ചെറിയ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയ ഹോളിട്ടതിന് ശേഷം അങ്ങനെ ഡോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതേ സെയിം ഡോട്ട് തന്നെ സൈഡിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നുമില്ല കേട്ടോ. ഇത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ വൈറ്റ് പോർഷനിൽ ഞാൻ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ വിഷസ് എഴുതിയിട്ടുണ്ട്. അത് ചോക്ലേറ്റ് ഗണേശ വെച്ചിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പിന്നെ ആ റെഡ് ക്രംസ് ഇട്ടിട്ടുള്ള ഭാഗത്ത് കുറച്ച് എഡിബിൾ ഗ്ലിറ്ററും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഡെക്കറേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്.